ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു 1.5 വർഷമായ അഡീനിയം പ്ലാന്റ് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യുകയാണ്. നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച അഡീനിയം തൈയെ നമ്മൾ ഒരു പോട്ടിൽ തന്നെ 1.5 വർഷത്തോളം നിർത്തിയതിന് ശേഷം അതിനകത്തുണ്ടായ മാറ്റങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അഡീനിയം പ്ലാന്റുകൾ നമ്മൾ വർഷത്തിൽ റീപോർട്ട് ചെയ്യേണ്ട പ്രാധാന്യം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദാഹരണ സഹിതം കാണിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 1.5 വർഷം മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ആ വിത്തുകൾ പാകി കിളിർപ്പിച്ച തൈകളിലെ ഒരു തൈയാണിത്. അപ്പോൾ ഈ ഒരു തൈ ഞാൻ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ റീപോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ചെടിച്ചട്ടിയുടെ അവസ്ഥ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ചെടിച്ചട്ടി തീരെ അങ്ങ് പന്നലായിട്ടുണ്ട്, അതുപോലെ നല്ല രീതിയിൽ പൊട്ടിയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയിൽ ഇടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പൂക്കളിൽ നിന്ന് എനിക്ക് 2 സീഡായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഒരു സീഡ് മാത്രം അതിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സീഡ് പാകമാകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതിനു മുന്നേ തന്നെ ഈ ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് എൻ്റെ പൊന്നുമാണ് ഈ ചട്ടിയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കുഞ്ഞാവുന്ന പണിയെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ വലിയ പാടാണ്, അതിനകത്ത് അത്രയും തറഞ്ഞിരിക്കുകയാണ് ആ ചട്ടിയിൽ. ഞാൻ ഈ ചട്ടിയിൽ നിന്നും മാറ്റുന്നതിന് മുന്നേ തന്നെ വേറൊരു ചട്ടിയിൽ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോട്ടി മിക്സിനകത്ത് ഞാൻ നീർവാഴ്ചയുള്ള മണ്ണും അതുപോലെ തന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, സാഫ് എന്നിവയെല്ലാം കൂടി ചേർത്തതിൻ്റെ മിശ്രിതമാണ് വെച്ചിരുന്നത്. പിന്നെ ഒരു മണ്ണിന് ഇളക്കമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരിച്ചോറും ചേർത്തിട്ടുണ്ടായിരുന്നു. 1.5 വർഷമൊക്കെ ആയപ്പോൾ തന്നെ ഇതിൻ്റെ കോഡെക്സ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കോഡെക്സ് തന്നെയാണ്. അതുപോലെ ഇതിനകത്തുനിന്ന് കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പൂക്കളുണ്ടാകുന്ന ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഈ മണ്ണിനകത്ത് സാഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വേറെ പണിയൊന്നും ചെയ്തില്ല. ആ മണ്ണിൽ നിന്നും മാറ്റിയതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സിനകത്തോട്ട് തന്നെ നമ്മളങ്ങ് നട്ടു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോഡെക്സ് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് നട്ടു കൊടുത്തേക്കുന്നത്. കോഡെക്സ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നട്ടു കൊടുത്തപ്പോൾ നമ്മൾ സൈഡിലൊക്കെ കുറച്ച് മണ്ണും കൂടി വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങളും ഇതുപോലെ അഡീനിയം തൈകളൊക്കെ നട്ടിട്ടുള്ളവരാണെങ്കിൽ വർഷത്തിൽ ഏത് ചട്ടിയിലാണോ നട്ടേക്കുന്നത്, ചെറിയ ചട്ടികളിലൊക്കെയാണ് ചെറിയ തൈയൊക്കെ നട്ടേക്കുന്നതെങ്കിൽ അതിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മൾ വർഷത്തിൽ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ റീപോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ചെടിയുടെ കോഡെക്സ് നല്ല വലുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക.